അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. അന്ന് ആദ്യത്തെ ക്ലാസ് സാറിൻ്റെ ആയിരുന്നു. ഒരാഴ്ച ക്ലാസ്സിൽ വരാത്ത കാര്യം അന്വേഷിച്ചപ്പോൾ വയ്യായെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. മാലിക് അന്ന് താമസിച്ചാണ് ക്ലാസ്സിലേക്ക് വന്നത്. പതിവിന് വിപരീതമായി അവനന്ന് എൻ്റെ കൂടെയിരുന്നു. അവിടെ തൊട്ട് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവൻ. ഞാൻ നല്ല മൂഡ് ഓഫ് ആണെന്നും പറഞ്ഞ് ശരിയാക്കാമെന്നും അവനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് സാറന്ന് ക്ലാസ്സിൽ നിന്ന് പോയത്. ഒരു പരിധി വരെ എല്ലാം ഉൾക്കൊള്ളാൻ അവൻ്റെ പ്രസൻസിന് ഒത്തിരി സഹായിച്ചു. അവിടെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നും അവസാനിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. പിന്നീട് എന്തുണ്ടായി? വായിക ചോദിച്ചു. മാലിക് ഒരുപാട് നിർബന്ധിച്ചാണ് അന്നെ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോയത്. അവിടെ അവനെ കൂടാതെ ഞാൻ ആരിൽ നിന്നാണ് ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുണ്ടായിരുന്നു. അവളുടെ ഓർമ്മ ആ ദിവസത്തിലേക്ക് എത്തി. അവരവിടെ കണ്ടതും അവൾ ആകെ വല്ലാതായി. എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതൊക്കെ പറയാം, ആദ്യം നീ ഇങ്ങോട്ട് ഇരിക്ക്. മാലിക് അവൾ അവർക്ക് രണ്ടുപേർക്കും ഓപ്പോസിറ്റായി ഇരുത്തി. അപ്പുറത്തായി അവനിരുന്നു. എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാം? എൻ്റെ പൊന്ന് സാറേ, ഈ സാധനത്തെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണ്ടായോ? ഒരു ബുക്കും പിടിച്ച് ഒറ്റ ഇരിപ്പാ. പിന്നെ അവിടെ നിന്ന് മാലിക് അനങ്ങിയില്ല. മാലിക് ചിരിയോടെ പറഞ്ഞു. ഞാനും ചോദിക്കണമെന്ന് കരുതി. റോസിലും വല്ലാത്ത ക്ഷീണം പോലെ. എന്തു പറ്റി? ഫുഡ് കഴിക്കാറില്ലേ? ഒന്നും അറിയാത്തതുപോലെയുള്ള ആ സംസാരം കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യവും വിഷമവും എല്ലാം കൂടിക്കിടന്നൊരു ഭാവമായിരുന്നു. മാലിക്കിനോട് വരെ ദേഷ്യം തോന്നിപ്പോയി എന്ന് തന്നെ പറയാം. അതവൾക്ക് വയ്യായിരുന്നു മിസ്സേ, അതിൻ്റെ ക്ഷീണ. ഒരു വിധത്തിൽ താൻ ഓക്കെ ആക്കി കൊണ്ടുവരുന്നവളെ രക്ഷിക്കാനെന്ന വണ്ണം മാലിക് പറഞ്ഞു. എന്തായാലും താൻ എവിടേക്ക് വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഞങ്ങളുടെ മാരേജിന് ട്രീറ്റ് തരാൻ. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തരണമെന്ന് കരുതിയതാ. റോസിന് പിന്നെ ഇന്നല്ലേ വന്നത്. അതെ, ആമിക്ക് ഒരേ നിർബന്ധം, തനിക്ക് ട്രീറ്റ് തന്നേ പറ്റുമോന്ന്. സത്യത്തിൽ ടീച്ചേഴ്സിൻ്റെ പോലും ഒരു ലഡുവിൽ ഒതുക്കിയാൽ മതിയെന്ന് പറഞ്ഞ ആള് തനിക്ക് വേണ്ടി സ്പെഷ്യൽ ട്രീറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. നിങ്ങൾ അത്രയും കമ്പനിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾക്ക് ഓരോന്ന് കേൾക്കും തോറും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പായി. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി തന്നിൽ നിന്നും ഉണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലായി. ഇവളെ കൊണ്ടുവന്ന വകയിലേ എനിക്ക് ട്രീറ്റ് കിട്ടിയേ പറ്റൂ, അല്ലേ റോസേ? രണ്ടാൾക്ക് തന്നേക്കാം, പക്ഷെ ആദ്യം റോസ്ലിൻ വല്ലതും പറയണ്ടേ? ഇങ്ങനെ നായിരുന്നല്ലോ താൻ. എന്താ മാലിക്ക് പ്രശ്നം? ഒന്നുമില്ല സാർ, ഞാൻ പറഞ്ഞില്ലേ വയ്യെന്ന്, അതിൻ്റെയാ. മാലിക്ക് പറഞ്ഞു. എടാ, കുറച്ച് കൊല്ലായി നിന്റെ കൂടെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് കള്ളത്തിന് മാത്രം വേണ്ട. ആദ്യം ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചാവും. ഞാൻ പറഞ്ഞില്ലേ റോസ്ലിൻ്റെ ഫാമിലി ഇഷ്യൂസ്. അതാണോ കാര്യം? താനിപ്പോൾ മേജറായില്ലേ? ഇനിയും അവിടെ നിൽക്കാതെ രക്ഷപ്പെടാൻ നോക്കടൂ. ആമി എന്നോട് പറഞ്ഞ കാര്യമാ റോസിലിനെ നമുക്ക് സഹായിക്കാന്ന്. അതുകൊണ്ട് എൻ്റെ എന്ത് ഹെൽപ്പ് വിയപ്പ് വേണമെങ്കിലും ചോദിക്കാം, അതിലും മടി വിചാരിക്കണ്ട. അത് പിന്നെ പറയാത്തന്നെ ഉറപ്പല്ലേ? ഞാൻ സഹായിക്കുമെന്ന് റോസിലിന് വാക്ക് കൊടുത്തതാ. ഞാനെന്ന് വെച്ചാൽ നമ്മളെന്നല്ല അർത്ഥം. ടേബിളിൻ്റെ മുകളിൽ നിന്ന് ജീവൻ്റെ കൈവരുകൾക്ക് മുകളിൽ കൈവച്ച് അവർ പറഞ്ഞതും അവൾ മുഖം തിരിച്ചു. ഇവിടെ ഞങ്ങൾ രണ്ടുപേരുണ്ട്, അത് ഓർക്കുന്നത് നല്ലതാ സാറേ. പോടാ പോടാ. അല്ല, കഴിക്കാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ? ബിരിയാണിയോ ഫ്രൈഡ് റൈസോ? ഒന്നും വേണ്ട സാർ, എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്പെഷ്യൽ ട്രീറ്റ് നടത്താൻ തയ്യാറായതിന് നന്ദി. ഒരിക്കലും മറക്കില്ല, ഞാൻ ആരെയും മറക്കില്ല. അവസാനം പറഞ്ഞ വാക്കുകൾ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് എഴുന്നേറ്റു. താൻ എവിടെ പോവുക? ഇരിക്കടോ, ഒന്നിച്ച് കഴിക്കാം. ക്ഷമിക്കണം സാർ, നിങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് അമല മിസ്സിനെയ്യ. അതിൻ്റെതായ എല്ലാ സ്നേഹവും മിസ് വളരെ അധികമായി എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കുള്ള പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ മിസ്സിന് തന്നെ വന്ന് ചേരും. അതും പറഞ്ഞ് അവൾ അവിടുന്ന് വെളിയിലേക്ക് നടന്നു. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും മാലിക്കും അവരോട് സോറി പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. സത്യത്തിൽ അമലയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? എന്തിനു വേണ്ടിയാണ് അവരങ്ങനെയൊക്കെ ചെയ്തത്? ഡേവി ചോദിച്ചു. മനുഷ്യൻ്റെ മനസ്സല്ലേ, കുരങ്ങ് കളിപ്പിക്കാൻ ഒരാളെ കിട്ടിയാൽ നല്ലതല്ലേ? അതിന് നിന്ന് കൊടുക്കുന്ന കുരങ്ങന്മാർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഒരു കുരങ്ങായിരുന്നു ഞാനും. ആ സംഭവത്തിന് ശേഷം ജീവൻ സാർ എന്നോട് സംസാരിക്കാൻ വന്നിരുന്നു. വിദ്യാർത്ഥികൾ സാറിന് എന്നും പ്രിയപ്പെട്ടവരായിരുന്നത് കൊണ്ട് തന്നെ അന്നത്തെ എൻ്റെ സംസാരം സാറിൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞിരുന്നു. എല്ലാം പറഞ്ഞുകൂടായിരുന്നു? വായിക ചോദിച്ചു. പറയാമായിരുന്നു, സാർ ഇതൊരിക്കലും വിശ്വസിക്കില്ല. അത്രമാത്രം ആ മനുഷ്യൻ ആമിയെ സ്നേഹിച്ചിരുന്നു. ആരോടും പരാതിയും പരിഭവമില്ലാത്ത ഞാൻ എന്തിനൊരാളുടെ കൂടെ സമാധാനം കളയണം? അവരുടെ ജീവിതം ഹാപ്പിയാണ്. ഉള്ളിൽ ചതി പറ്റിയ മനസ്സുണ്ടെങ്കിലും ആ മനസ്സിലുള്ള ആൾ സന്തോഷവാനാണ്. അത് ഞാനായി ഇല്ലാതാക്കില്ല. ക്യാൻറ്റീൻ വെച്ച് അങ്ങനെ പറഞ്ഞത് ഫാമിലിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് കള്ളം പറഞ്ഞു. സാറത് വിശ്വസിച്ചു.
മാലിക്കിനെ പോലെ എൻ്റെ നല്ലൊരു സുഹൃത്തായി. അപ്പോഴും എൻ്റെ മനസ്സിലെ മുറിവ് ഞാൻ മാത്രം അറിഞ്ഞു. മിസ് അതിൽ പിന്നെ എന്നോട് സംസാരിക്കാൻ വന്നിരുന്നില്ല. പക്ഷേ ഒരു ദിവസം അതിൽ നിന്നും വ്യത്യസ്തമായി എന്നോട് സംസാരിച്ചു. എന്നാൽ അത് പഴയ പോലെ ആയിരുന്നില്ല. റോസ്ലിൻ പറഞ്ഞു നിർത്തി. എന്താ എന്താ അവർ പറഞ്ഞത്? മനസ്സിലുള്ളതെല്ലാം കളയുന്നതാണ് നല്ലത്. കോളേജ് ലൈഫിൽ ഇങ്ങനെ പലതരം തമാശകളും നടക്കും. അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം പോലും. സത്യത്തിൽ ഒരു ഉളുപ്പില്ലാതെ എന്നോട് സംസാരിക്കുന്നവരെ കണ്ടപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് തന്നെ മറന്നുപോയി. എന്നാൽ എന്നെ കാണാൻ വന്നതിൻ്റെ കാരണം അത് ജീവൻ സാറായിരുന്നു. ഒരുപക്ഷെ ഞാനെല്ലാം സാറിനോട് പറയുമോ എന്നുള്ള ഭയം മിസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ എന്നും അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുമോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നീ എന്നാ പറഞ്ഞു? എന്നോട് ചെയ്തത് തമാശയാണെങ്കിൽ ആ തമാശ അറിയേണ്ട ആൾ തന്നെയല്ലേ സാറും. അതുകൊണ്ട് ഞാനെല്ലാം സാറിനോട് പറയും തന്നെ തറപ്പിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും മിസ്സിൻ്റെ ഉള്ളിലുള്ള പേടി അതെനിക്ക് അറിയാമായിരുന്നു. അതുതന്നെയായിരുന്നു എൻ്റെ വിജയവും. അതിൻ്റെ ഫലം കണ്ടത് പിറ്റേന്ന് മുതലായിരുന്നു. അവർ രണ്ടാളും കോളേജിൽ വന്നില്ല. ഹണിമൂൺ ട്രിപ്പിലാവുന്നു മാലിക്ക് തമാശ പറയുമ്പോൾ ജീവൻ സാറിനെ കാണുന്നതിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ മിസ്സ് കണ്ടെത്തിയ മാർഗമോർത്ത് എനിക്ക് പുച്ഛമാണ് തോന്നിയത്. പക്ഷെ 2 ആഴ്ചത്തോളം വരാതെ കോളേജിലെത്തിയ സാറ് പറഞ്ഞ വാർത്ത എന്നെ അതിശയിപ്പിച്ചു. മിസ്സ് റിസൈൻ ചെയ്തു. പക്ഷേ അതിൻ്റെ കാരണം മാത്രം എനിക്ക് മനസ്സിലായില്ല. എന്നാൽ സാറ് പതിവിൽ സന്തോഷവാനായിരുന്നു. മിസ്സും ഒന്നിച്ച് നല്ലൊരു ജീവിതത്തിലാണെന്ന് വ്യക്തം. മാലിക്ക് പറഞ്ഞതുപോലെ ആർക്കും അസൂയ തോന്നിപ്പോകുന്ന ജീവിതം. ചിലപ്പോൾ എൻ്റെ ഒരു വാക്ക് ആ ജീവിതം തന്നെ ഇല്ലാതാക്കിയെന്നും വരും. അതിലാർക്കെന്ത് ഗുണം? എനിക്ക് സാറിനെ കിട്ടുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണം? എല്ലാം എൻ്റെ തെറ്റ്. മിസ്സ് പറഞ്ഞതെല്ലാം വിശ്വസിച്ചത് ഞാനല്ലേ? അമല റിസൈൻ ചെയ്തിട്ടും ജീവൻ ഹാപ്പി ആയി നിന്നോ? അതിനൊരു കാരണം സാറൊരു അച്ഛനാകാൻ പോകുന്നതെന്നായിരുന്നു. മിസ്സിൻ്റെ പ്രഗ്നൻസിയിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അതിനാണ് മിസ് റിസൈൻ ചെയ്തത്. ഒരുപക്ഷെ ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച വേദന മിസ്സിനോ കുഞ്ഞിനോ ദോഷമായി മാറാതിരിക്കാനാകും എന്നെ വിളിച്ച് ഒരുപാട് മാപ്പ് പറഞ്ഞു. അതെല്ലാം തമാശയായിട്ട് ചെയ്തതാണെന്ന് പറയുമ്പോൾ എന്തോ മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കിയതുപോലെ സാറിനോട് എന്നെ സഹായിക്കണമെന്നും എൻ്റെ കൂടെ നിൽക്കണമെന്നും മിസ് പറഞ്ഞിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് ആ ആക്സിഡൻ്റ് ന്യൂസ് അറിയുന്നത്. തകർന്നിരുന്ന സാറിനേക്കാൾ ഞാൻ നോക്കിയത് അവിടെ എന്നേക്കുമായി കണ്ണടച്ച് കേൾക്കുന്ന മിസ്സിനെയായിരുന്നു. ഒരു വേള എൻ്റെ കണ്ണീരിൻ്റെ ഫലമാണോ ഇങ്ങനൊരവസ്ഥ എന്ന് പോലും ചിന്തിച്ചു. അന്നു മുതൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ലോകത്തിലേക്ക് കണ്ണു ചിമ്മാൻ കൊതിച്ച് 2 കുഞ്ഞുങ്ങളുടെ കരച്ചിലായിരുന്നു എൻ്റെ ചെവിയിൽ മുഴുവൻ. ഒടുവിലെല്ലാം മാലിക്കിനോട് തുറന്ന് പറയുമ്പോൾ ഒരുതരം ആശ്വാസം കണ്ടെത്തലായിരുന്നെന്ന് തന്നെ പറയാം. അവനെന്നെ ആശ്വസിപ്പിച്ചില്ല. പകരം സാറിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ കണ്ട സാറിൻ്റെ അവസ്ഥ അതിനു മുന്നിൽ എൻ്റെ വേദനകളൊന്നുമല്ലെന്ന് പറയാതെ പറഞ്ഞവൻ. അങ്ങനെയാണ് സാറിനെ ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെയും ഒന്നും അവസാനിച്ചില്ല. മിസ്സിൻ്റെ അവസാന ആഗ്രഹം എന്ന പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പാവം ഒടുവിൽ അതേ ഞാൻ കാരണം ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചവൾ വേദനയോടെ അവരെ നോക്കി. എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരിക്കൽ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. ഇനിയിപ്പോൾ അത് ശരിയാണെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. എങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ് ഒന്നിച്ചൊരു ജീവിതം. വൈക അവളെ കെട്ടിപ്പിടിച്ചു. വിഷമിക്കേണ്ട, ജീവൻ നിനക്കുള്ളതാ. അതല്ലേ ഒരിക്കൽ നഷ്ടമായത് തിരികെ നിന്റെ അടുത്തേക്ക് തന്നെ വന്നത്. ഡെവിയും അതേ എന്ന പോലെ അവളെ നോക്കി ചിരിച്ചു. അപ്പോഴാ കത്തിൽ എന്നതായിരുന്നു. പഴയതുപോലെ ഞാനൊരു വാക്ക് പറയാത്തത് കൊണ്ട് വീണ്ടും നഷ്ടമാകരുതല്ലോ. അതാ മനസ്സിലുള്ളതെല്ലാം വെച്ച് എഴുതിയത്. ഇപ്പം പറഞ്ഞതൊന്നും അതിലില്ല. അത് സാറ് അറിയേണ്ട. അതാ നല്ലത്. ഞാനെന്നാ പോവാ. ഞാൻ തന്നൊരു വാക്കുണ്ട്. എൻ്റെ അനിയത്തിയാണെന്ന്. അവളുടെ കണ്ണുകൾ നിറയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കരുത്. കേട്ടല്ലോ? ഇല്ല. നിറഞ്ഞ ചിരിയോടെ പറഞ്ഞവൾ ആ മുറിയിൽ നിന്നും ഇറങ്ങി. വൈകം വന്ന് രവിയുടെ തോളിൽ ചാഞ്ഞു. എന്നാ പറ്റി? സെൻഡിയായോ ടീച്ചറെ? വല്ലാതെ. എന്തിനായിരിക്കും അമല അങ്ങനെയൊക്കെ ചെയ്തത്? റോസിലിന് ജീവനെ കിട്ടാൻ. വാട്ട്? ആണെന്നേ. അമല അന്ന് അങ്ങനെ ഒരു തോന്നൽ അവളിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് ജീവന് വേണ്ടി അവൾ എന്തും ചെയ്യാൻ തയ്യാറായി ഇറങ്ങിയത്. അന്ന് അങ്ങനെയൊന്നും നടന്നില്ലെങ്കിലും ഒരു അധ്യാപകന് വേണ്ടി മാലിക്കും അവൾ സഹായിക്കാൻ ഇറങ്ങുമായിരുന്നു. എന്നാലും എന്തിനും ഒരു പരിധി കാണില്ലേ? ഇന്നതില്ല. അത് ശരിയാ. അപ്പം അന്ന് അങ്ങനെയൊക്കെ നടന്നത് നന്നായല്ലേ എന്ന് പറയാൻ കഴിയുമോ? ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ടാവും അമൽ അന്ന് റോസലിനെ വിളിച്ചത്. എന്നാൽ അവൾ ആഗ്രഹിച്ചതുപോലെ മക്കളും ജീവനും മൊത്തൊരു ജീവിതം കിട്ടിയതുമില്ല. വിധി. അല്ലാതെ എന്നാ പറയാനാ? നമുക്ക് എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കണേ ചായ. ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ആ പാവം. ഇപ്പോഴും ജീവൻ അവളെ വല്ലാതെ നോവിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തുറന്നു പറയാമെന്ന് വെച്ചാൽ അത് നമ്മളായി ചെയ്യുന്നത് ശരിയല്ല.
അങ്ങനെ ചെയ്താൽ തന്നെ ജീവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ഉറപ്പില്ല. ഇനി എല്ലാം ചെയ്യേണ്ടത് അവളാണ്. അവരെ നമുക്ക് ഒന്നിപ്പിക്കാന്നേ, അതോർത്ത് വിഷമിക്കണ്ട. ഇല്ല, ഈ ചായം പറഞ്ഞ വാക്കാണെന്ന് എനിക്കറിയാം. എന്താണെന്നറിയില്ല, ആഹാരം ഒരുപാടായതുകൊണ്ട് വല്ലാത്തൊരു ക്ഷീണം. നമുക്കൊന്ന് റെസ്റ്റ് എടുത്ത് താഴേക്ക് പോകാം. ഈ ചായ ഒറ്റയ്ക്ക് റെസ്റ്റ് എടുത്താൽ മതി, എനിക്ക് താഴെ പണിയുണ്ട്. അതൊക്കെ പിന്നെ ചെയ്താൽ മതി. 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യും. പിന്നെ ഇങ്ങനെ ഒരു ഉച്ചയിറക്കൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറിങ് വന്നേ. ഐഷ്, ഡോറും തുറന്നിട്ടുണ്ടാണോ? അടച്ചാലില്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലേ എനിക്ക് കുഴപ്പമുണ്ട്. ചിരിയോടെ ഡോറടച്ചവൾ അവൻക്ക് അടുക്കലേക്ക് ചെന്നു. പിള്ളാരെവിടെയാ? കുറച്ച് നേരം കൊണ്ട് അനക്കൊന്നുമില്ലല്ലോ. TV കാണുന്നതിനിടയിൽ വിഷൻ ജോയിയോട് ചോദിച്ചു. അവനും അടുത്തിരുന്ന് ചിപ്സ് കഴിക്കുന്നുണ്ട്. ഞാനും അത് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ എന്നതേലും കഴിക്കാനെടുത്താ ഈച്ച പറന്നു വരുന്നത് പോലെ പരുന്നതാ. 2 പേരും കൂടി ഇരുന്ന് ആരുടെ കുറ്റായി പറയുന്നത്? സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ജോയിയുടെ ബൗളിൽ നിന്ന് ചിപ്സ് എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ചോദിച്ചു. നിനക്ക് വേണമെങ്കിലേ ആളുകളെ നിർത്തി കഴിക്കടി, എൻ്റെ പദ്ധതി കൈയിടുന്നു. പിള്ളേർക്ക് വെച്ചേക്കുന്നത് അടിച്ചു മാറ്റി തിന്നുന്നതും പോരാ, ഞാനെടുത്ത കുറ്റം. ഓ, ഇനി ഇതിൻ്റെ പേരിൽ കൊമ്പ് കോർക്കാതെ നിങ്ങൾക്കെപ്പോഴും ആടിയിടാനേ നേരുള്ളൂ. ഇങ്ങേർക്ക് എൻ്റെ വായിന്ന് നല്ലത് കേട്ടാലേ ഒരു ദിവസം കടന്നു പോകുമെന്ന് വെച്ചാൽ ഞാൻ എന്നാ ചെയ്യാനാ? വയസ്സ് കൂടുന്തോറും കൊച്ചുങ്ങളെയൊക്കെ കുഞ്ഞിക്കളിയാ മറ്റുള്ളവർക്ക്. അല്ല മോളെ, അവരെവിടെ? കണ്ടില്ല, ഉറങ്ങിയോ? 2 പേരും ജീവന്റെ കൂടെ സുഖമായി ഉറങ്ങുക. ആനക്കൊന്നും കേൾക്കാഞ്ഞപ്പോൾ ചെന്ന് നോക്കായിരുന്നു ഞാനും. മനാഫും അപ്പുറത്തെ കാട്ടിലേക്ക് കിടപ്പുണ്ട്. എന്നാ ഉറങ്ങട്ടെ. ആ പയ്യന്റെ കഥ എന്തോ മനസ്സിൽ നിന്ന് പോകുന്നില്ല. നമ്മുടെ പിള്ളേരവൻ സ്വന്തം മക്കളായിട്ട് കണ്ടാലും തെറ്റ് പറയാൻ പറ്റില്ല. ജീവന്റെ ട്രീറ്റ്മെന്റിനും അത് ഗുണം ചെയ്യും. എന്നാൽ ഒരു ശ്രദ്ധ വേണം. ഒരു സർജറി കഴിഞ്ഞ് കിടക്കുക, അതുപോലെ കെയർ ചെയ്യണം. അയ്യോ, ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അന്നക്കൊച്ചിൻ്റെ ക്ലാസ് ടീച്ചർ ലീന മിസ് ഇല്ലേ, പുള്ളിക്കാരോട് ഞാൻ ആദ്യമോളുടെ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പം അഡ്മിഷൻ ടൈമാണ്. നാളെ തന്നെ വന്ന് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു. ഇപ്പം പറഞ്ഞില്ലേ, ഞാൻ പിന്നെ നാളെ കഴിഞ്ഞത് ഓർക്കൂ, അതാന്ന് പറഞ്ഞത്. ഡെബിയും വൈകിയും മുകളിലല്ലേ, താഴോട്ട് വരുമ്പോൾ പറയാം. 2നെയും ഒരു ക്ലാസ്സിലാക്കേണ്ടോ. പിന്നല്ലാതെ ഈ വർഷം അന്നക്കൊച്ചിൻ്റെ ഡിവിഷൻ മാറും. നാളെ അവരുടെ കൂടെ നമുക്കും കൂടി പോകണം. മിസ്സിനോട് ചോദിച്ചിട്ട് അതേ ക്ലാസ്സിൽ തന്നെ ആദ്യം ചേർക്കണമെന്ന് പറയണം. ആ കേദാർ വേറെ ഡിവിഷനിലായാൽ മതിയായിരുന്നു. അതാരാ? അന്നക്കൊഞ്ഞ ക്ലാസ്സിലെ പയ്യനാ. കർത്താവ് സഹായിച്ച് 2 തമ്മിൽ ചേരില്ല. പുതിയ പെൻസിൽ ബോക്സ് വാങ്ങിയത് എല്ലാവരെയും കാണിക്കാൻ ഒരു ദിവസം ഇവിടുന്ന് കൊണ്ടുപോയി. തിരികെ വന്നപ്പോൾ അതിൽ പകുതി പാർട്സും ഇല്ല. കാര്യം ചോദിച്ചപ്പോൾ താഴെ വീണതാണെന്ന് പോലും. പിറ്റേന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോഴല്ലേ അറിയുന്നേ. അതെല്ലാം ആ കോതാറിൻ്റെ തലേന്ന് കിട്ടിയെന്ന്. പെൻസിൽ ബോക്സ് കൊള്ളിൽ നിന്ന് പറഞ്ഞതിന് ആ ചെറുക്കനെ തലക്കിട്ടാ എൻ്റെ പൊന്നുമോൾ അടിച്ചത്. അന്ന് കൈയും കാലും പിടിച്ചാ അതിൻ്റെ പേരൻസിനൊന്ന് വിധം സമാധാനിപ്പിച്ചത്. ആദ്യം കൂടി ഉണ്ടെങ്കിൽ പൂർത്തിയായി. പാടിപ്പിക്കുന്ന ടീച്ചറും ഭയങ്കര വിളിച്ചതിന് എറിഞ്ഞ ചോക്കെടുത്ത് തിരിച്ചറിഞ്ഞ സാധനം അത്. അന്ന് തന്നെ അവരവിടുന്ന് പറഞ്ഞു വിട്ടു. നാട്ടിലേക്ക് പോരാൻ വേണ്ടി വൈകി TC വാങ്ങാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ചെന്നപ്പോൾ അവർക്ക് ലോട്ടറി അടിച്ചതുപോലെ ആയിരുന്നു. ഇത്രയും കുരുത്തം കണ്ട് ഒരെണ്ണം ആ സ്കൂളിൽ വേറെ ഇല്ലാന്ന്. അവരപ്പോൾ ഒന്നിച്ചൊരു ക്ലാസ്സിൽ ചേർക്കണ്ടെന്നാണോ അച്ഛൻ പറയുന്നത്? അതും പറഞ്ഞ് ചെല്ല്. 2 ക്ലാസ്സിലാണെങ്കിൽ അവിടുന്ന് ഇറങ്ങിയപ്പോൾ 2ഉം കൂടി ഒന്നിച്ചിരിക്കും. അപ്പോൾ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എങ്കിൽ പിന്നെ നമ്മുടെ വകയായിട്ട് പിള്ളേർക്കെല്ലാം ഒരു ഹെൽമെറ്റ് വാങ്ങിക്കൊടുത്താലോ? അതാകുമ്പോൾ തല സുരക്ഷിതമായല്ലോ. അത് മാത്രം പോരാ, ഓരോ ലൈഫ് ജാക്കറ്റും കൂടി കൊടുക്ക്. അഥവാ വെള്ളത്തിൽ തള്ളിയിട്ടാ പിള്ളേർക്ക് പൊങ്ങിക്കിടക്കാലോ. അത് നല്ലൊരു ഐഡിയ ആണ്. അച്ഛൻ എന്നാ ഇരിയാനെ പോലെ തലയ്ക്ക് സ്ഥിരത അല്ലാതെയായോ? ഒരു ഹെൽമെറ്റും ജാക്കറ്റും പിള്ളേരായ അങ്ങനെയൊക്കെയ. അതിന്റെ വഴിക്ക് വിടാതെ ഓരോ മണ്ടൻ ഐഡിയയും പറഞ്ഞു നിൽക്കുക. ജോയിയുടെ കയ്യിലായിരുന്ന ചിപ്സിന്റെ ബൗൾ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ അവൾ പറഞ്ഞു, ഇവളല്ലേ ഇതെല്ലാം തുടങ്ങിയത്? ഇപ്പൊ നമ്മൾ മണ്ടന്മാര്. നമ്മളല്ല, നീ. ഏതെങ്കിലും ക്ലാസ്സിൽ പിള്ളേർ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഇരിക്കുവാടാ. പിന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടായിരിക്കുമല്ലേ അവരിയ്ക്കുന്നേ. നിന്നോട് തർക്കിക്കാൻ എനിക്ക് ടൈമില്ല. കാപ്പിപ്പൊടി ഫേഷ്യൽ ടൈമായി. പിള്ളേർ ഉറങ്ങിയാലേ ഇതൊക്കെ നടക്കൂ. നിനക്ക് വേണോ? എടാ, പാട് പോകാൻ നല്ലതാ. ഫേഷ്യല് അത് ഞാൻ. അച്ഛൻ ഈ വയസ്സാം കാലത്ത് വല്ല രാമായണം വായിച്ചിരുന്നാൽ പോരെ. അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ബൈബിള് തരാം. ആരടാ വയസ്സൻ? നിനക്ക് മൂക്കിൽ പല്ല് മുളച്ചെന്ന് വെച്ച് ഞാനങ്ങനെയല്ല. എനിക്കെൻ്റെ സൗന്ദര്യം സംരക്ഷിക്കണം.
നോക്ക് നിന്റെ മോന്ന കരുവാളിച്ചിരിക്കുന്നു. എൻ്റെ അങ്ങനെയാണോ? ഒരു ചുളിമുടൊന്ന് നോക്കടാ, ഇതാണ് സൗന്ദര്യം. അതും പറഞ്ഞ അയാൾ പോയതും ജോയി കണ്ണാടിയിൽ സ്വന്തം മുഖമൊന്ന് നോക്കി. ശരിയാ, ഒരു ക്ഷീണുണ്ട്. അതെങ്ങനെയാ? എൻ്റെ സൗന്ദര്യം നോക്കാൻ ആരുണ്ട് ഇവിടെ? എങ്ങനെ ഇരുന്ന് ഞാനാ? ഇപ്പൊ കണ്ടില്ലേ, കുരങ്ങനെ മീശയും താടിയും വന്നതുപോലെ. അച്ഛാ ഞാനുണ്ട്. തേച്ചതിൻ്റെ ബാക്കി വല്ലതുണ്ടെങ്കിൽ ഈ മോതിലോട്ട് ഇട്ടേക്കേ. അച്ഛാ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിശ്വന്റെ മുറിയിലേക്ക് ഓടി.